സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത് ഒരു മോക്ക് ടെസ്റ്റ് ആണ്. സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണുള്ളത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, തറയിൽ ഇരിക്കുന്ന ഒരു വസ്തുവിന്റെ സ്ഥിതികോർജം എത്രയായിരിക്കും? തറയിൽ ഇരിക്കുന്ന ഒരു വസ്തുവിന്റെ സ്ഥിതികോർജം എത്രയായിരിക്കും? 0 ആയിരിക്കും. തറയിൽ ഇരിക്കുന്ന ഒരു വസ്തുവിന്റെ സ്ഥിതികോർജം 0 ആയിരിക്കും. താഴെ പറയുന്ന ആണവ നിലയങ്ങളിൽ ശരിയല്ലാത്തത് ഏത്? താഴെ പറയുന്ന ആണവ നിലയങ്ങളിൽ ശരിയല്ലാത്തത് തന്നിരിക്കുന്നു. താരാപൂർ മഹാരാഷ്ട്ര, നറോറ ഉത്തർപ്രദേശ്, കൽപ്പാക്കം കർണാടകം, കൈഗ കർണാടകം. ശരിയല്ലാത്തത് വരുന്നത് ഏതാണ്? ശരിയല്ലാത്തത് കൽപ്പാക്കമാണ്. കൽപ്പാക്കം എവിടെയാണ്? തമിഴ്നാടാണ്. തമിഴ്നാട്. അടുത്ത ചോദ്യം, പൂർവ്വതീര റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? പൂർവ്വതീര റെയിൽവേയുടെ ആസ്ഥാനം ഭുവനേശ്വറാണ്. ഭുവനേശ്വറാണ് പൂർവ്വതീര റെയിൽവേയുടെ ആസ്ഥാനം. താഴെ പറയുന്നവയിൽ നിന്നും വിക്രം എസ് റോക്കറ്റുമായി ബന്ധപ്പെട്ട് ശരിയായത് തിരഞ്ഞെടുക്കുക. വിക്രം എസ് റോക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായത് തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നു. ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ റോക്കറ്റ് നിർമ്മിച്ചത് ഹൈദരാബാദിലെ സ്കൈ റൂട്ട് എയറോസ്പേസ്. ഗുപ്ത സാമ്രാജ്യത്തിലെ രാജാവായ ചന്ദ്രഗുപ്തൻ രണ്ടാമനോടുള്ള അല്ലെങ്കിൽ വിക്രമാദിത്യനോടുള്ള ആദര സൂചകമായിട്ട് പേര് നൽകി. ദൗത്യത്തിന് നൽകിയ പേര് പ്രാരംഭ്. ഇതിൽ വിക്രം എസ് റോക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായത് തിരഞ്ഞെടുക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയായത് ഏതാണ് ഉത്തരം വരുന്നത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓപ്ഷൻ സി 1, 2, 4 എന്നിവ ശരിയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ റോക്കറ്റാണ്. ശരിയാണ്. നിർമ്മിച്ചത് ഹൈദരാബാദിലെ സ്കൈ റൂട്ട് എയറോസ്പേസ് ആണ്. ശരിയാണ്. ദൗത്യത്തിന് നൽകിയ പേര് പ്രാരംഭ് എന്നത് ശരിയാണ്. ഇവിടെ മൂന്നാമത് പറഞ്ഞിരിക്കുന്നതാണ് തെറ്റായിട്ടുള്ളത്. വിക്രം എസ് വിക്രം സാരാഭായിയുടെ ബഹുമാനാർത്ഥമാണ് പേര് നൽകിയത്. വിക്രം സാരാഭായിയുടെ ബഹുമാനാർത്ഥം. അടുത്ത ചോദ്യം, പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ഏതാണ്? പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് 5 മുതൽ 11 വരെയാണ്. 5 മുതൽ 11 വരെ. ഏത് വിദ്യാഭ്യാസ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് UGC രൂപീകരിക്കപ്പെട്ടത്? UGC രൂപീകരിക്കപ്പെട്ടത് ഏത് വിദ്യാഭ്യാസ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് UGC രൂപീകരിക്കപ്പെട്ടത്. താഴെ പറയുന്നവ കാലഗണനാക്രമത്തിൽ രേഖപ്പെടുത്തുക. തന്നിരിക്കുന്നത് വൈകുണ്ഠസ്വാമികൾ ജനിച്ചു, പനമരം കോട്ട യുദ്ധം, ശക്തൻ തമ്പുരാൻ അന്തരിച്ചു, ശ്രീരംഗപട്ടണം ഉടമ്പടി എന്നിവയാണ്. ഇതില് കാലഗണനാക്രമത്തിൽ രേഖപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. വൈകുണ്ഠസ്വാമികൾ ജനിച്ച വർഷം 1809 ആണ്. പനമരം കോട്ട യുദ്ധം 1802 ആണ്. ശക്തൻ തമ്പുരാൻ അന്തരിച്ചത് 1805. ശ്രീരംഗപട്ടണം ഉടമ്പടി 1792. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 4, 2, 3, 1. ശ്രീരംഗപട്ടണം ഉടമ്പടി, പനമരം കോട്ട യുദ്ധം, ശക്തൻ തമ്പുരാൻ അന്തരിച്ചു, വൈകുണ്ഠസ്വാമികൾ ജനിച്ചു. അടുത്ത ചോദ്യം, താൽച്ചാർ താപവൈദ്യുത നിലയം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? താൽച്ചാർ താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷയാണ്. ഉത്തരം ഒഡീഷ. ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപപ്പെടുത്തിയത് ആരാണ്? ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപപ്പെടുത്തിയത് ഉദയകുമാറാണ്. ഓപ്ഷൻ സി ഉദയകുമാർ. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, ചൈനീസ് പ്രധാനമന്ത്രി ചൗ എൻ ലായ് എന്നിവരാണ് 1954 പഞ്ചശീല കരാറിൽ ഒപ്പുവെച്ചത്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 1976 44ാം ഭരണഘടനാ ഭേദഗതി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നു. 1961 ബെൽഗ്രേഡിൽ വെച്ച് പ്രഥമ ചേരിചേരാ സമ്മേളനം നടന്നു.
ഇതിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ 4 പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി 1, 3, 4 എന്നിവ മാത്രമാണ് ശരി. ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, ചൈനീസ് പ്രധാനമന്ത്രി ചൗ എൻ ലായ് എന്നിവരാണ് 1954 പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത്. ശരിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ശരിയാണ്. 1961 ബെൽഗ്രേഡിൽ വെച്ച് പ്രഥമ ചേരിചേരാ സമ്മേളനം നടന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ശരിയാണ്. ഇവിടെ തെറ്റായിട്ടുള്ളത് ഏതാണ്? തെറ്റായിട്ടുള്ളത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ്. 1976 44-ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറഞ്ഞിരിക്കുന്നു. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് എത്രാമത്തെ ഭേദഗതിയാണ്? 42-ാമത്തെ ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ദേശീയ കർഷക ദിനം ഡിസംബർ 23 ആചരിക്കുന്നു. ആരുടെ ജന്മദിനമാണ് ഇത്? ദേശീയ കർഷക ദിനം ഡിസംബർ 23 ദേശീയ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. ചൗധരി ചരൺ സിംഗിന്റെ ജന്മദിനമാണ്. ചൗധരി ചരൺ സിംഗിന്റെ ജന്മദിനമായ ഡിസംബർ 23 ദേശീയ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, റയത്വാരി സമ്പ്രദായം എന്നാൽ എന്ത്? റയത്വാരി സമ്പ്രദായം. ഇവിടെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് വായിക്കാം. അക്ബറിന്റെ കാലത്തെ നികുതിപ്പിരിവ്, ഇടപ്രഭുക്കന്മാർ മുഖാന്തരം ബ്രിട്ടീഷുകാർ നടത്തിയ നികുതിപ്പിരിവ്, സെമീന്ദാർമാർ രാജ്യത്ത് നടപ്പിലാക്കിയ കുത്തകാവകാശം, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ മുഖാന്തരം ഇന്ത്യയിൽ നേരിട്ട് നടത്തിയ നികുതിപ്പിരിവ്. റയത്വാരി ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ മുഖാന്തരം ഇന്ത്യയിൽ നേരിട്ട് നടത്തിയ നികുതിപ്പിരിവ്. അടുത്ത ചോദ്യം, കേരളത്തിന്റെ സ്വന്തം കലാരൂപമായ കഥകളിയുടെ ആദ്യ രൂപം എന്തായിരുന്നു? കഥകളിയുടെ ആദ്യ രൂപം രാമനാട്ടമാണ്. രാമനാട്ടം. കശുവണ്ടി ഗവേഷണ കേന്ദ്രമായ ആനക്കയം ഏതു ജില്ലയിലാണ്? കശുവണ്ടി ഗവേഷണ കേന്ദ്രമായ ആനക്കയം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ല. പച്ചഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? പച്ചഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ് ആണ്. യുറാനസ് ആണ് പച്ചഗ്രഹം എന്ന് അറിയപ്പെടുന്നത്. മികച്ച നോവലിനുള്ള 2019 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നോവൽ എഴുത്തുകാരൻ ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മികച്ച നോവലിനുള്ള 2019 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നോവൽ. ഉത്തരം ഓപ്ഷൻ സി ആണ്, മീശ. എസ് ഹരീഷിന്റെ മീശ എന്ന നോവലാണ് 2019 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നോവൽ. എസ് ഹരീഷിന്റെ മീശ എന്ന നോവൽ. അടുത്ത ചോദ്യം, സമരം തന്നെ ജീവിതം ആരുടെ ആത്മകഥയാണ്? സമരം തന്നെ ജീവിതം എന്നത് ആരുടെ ആത്മകഥയാണ്? വി എസ് അച്യുതാനന്ദൻ. വി എസ് അച്യുതാനന്ദന്റെ ആത്മകഥയുടെ പേരാണ് സമരം തന്നെ ജീവിതം എന്നത്. സമരം തന്നെ ജീവിതം എന്നത് ആരുടെ ആത്മകഥയാണ്? വി എസ് അച്യുതാനന്ദൻ. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? നീലഗിരിയാണ്. നീലഗിരിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ്. ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ നടത്തിയ സൈനിക നീക്കമാണ് ഡാഷ്. ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ നടത്തിയ സൈനിക നീക്കം ഓപ്പറേഷൻ പോളോ. ഓപ്പറേഷൻ പോളോ എന്നത് ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ നടത്തിയ സൈനിക നീക്കമാണ്. ഓപ്പറേഷൻ പോളോ. അടുത്ത ചോദ്യം, സ്ഥിരമായ ഊഷ്മാവിൽ ഒരു വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീതാനുപാതത്തിലാണ്. ഈ നിയമം ഏതു പേരിൽ അറിയപ്പെടുന്നു? സ്ഥിരമായ ഊഷ്മാവിൽ ഒരു വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീതാനുപാതത്തിലാണ്. ഈ നിയമം എന്തു പേരിലാണ് അറിയപ്പെടുന്നത്?
ബോയിൽ നിയമമാണ്. ബോയിൽ നിയമം. പൂവൻ പഴം എന്ന പേരിൽ പുസ്തകം എഴുതിയത്. പൂവൻ പഴം എന്ന പേരിൽ പുസ്തകം എഴുതിയത്. ഇവിടെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ, തകഴി ശിവശങ്കരപ്പിള്ള, പൊൻകുന്നം വർക്കി, കാരൂർ നീലകണ്ഠപിള്ള. പൂവൻ പഴം എന്ന പേരിൽ പുസ്തകം എഴുതിയത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 4 എന്നിവ മാത്രം. വൈക്കം മുഹമ്മദ് ബഷീറും കാരൂർ നീലകണ്ഠപിള്ളയുമാണ് പൂവൻ പഴം എന്ന പേരിൽ പുസ്തകം എഴുതിയിട്ടുള്ളത്. വൈക്കം മുഹമ്മദ് ബഷീർ, കാരൂർ നീലകണ്ഠപിള്ള. അടുത്ത ചോദ്യം, MS സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പിനം ഏതാണ്? MS സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പിനം സർബതി സൊണോറയാണ്. സർബതി സൊണോറയാണ് MS സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പിനം. സർബതി സൊണോറ. ഇന്ത്യയുടെ 1ാം പഞ്ചവത്സര പദ്ധതി പ്രവർത്തനം ആരംഭിച്ച വർഷം. ഇന്ത്യയുടെ 1ാമത്തെ പഞ്ചവത്സര പദ്ധതി പ്രവർത്തനം ആരംഭിച്ചത് ഏത് വർഷമാണ്? ഇന്ത്യയുടെ 1ാം പഞ്ചവത്സര പദ്ധതി പ്രവർത്തനം ആരംഭിച്ചത് 1951 1951 ഇന്ത്യയുടെ 1ാമത്തെ പഞ്ചവത്സര പദ്ധതി പ്രവർത്തനം ആരംഭിച്ചത്. പഴശ്ശിരാജയുടെ ഐതിഹാസിക പോരാട്ടത്തെ കേന്ദ്രമാക്കി കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചതാര്? പഴശ്ശിരാജയുടെ ഐതിഹാസിക പോരാട്ടത്തെ കേന്ദ്രമാക്കി കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് ആരാണ്? KM പണിക്കറാണ്. KM പണിക്കർ. പഴശ്ശിരാജയുടെ ഐതിഹാസിക പോരാട്ടത്തെ കേന്ദ്രമാക്കി കേരള സിംഹം എന്ന നോവൽ രചിച്ചത് KM പണിക്കർ. ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ച കേരള മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ച വ്യക്തി പിണറായി വിജയനാണ്. ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി കേരള മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ച വ്യക്തി ആരാണ്? പിണറായി വിജയൻ. ഇരുമ്പിന്റെ പ്രധാന അയിരിന്റെ പേര്. ഇരുമ്പിന്റെ പ്രധാന അയിര് ഹേമറ്റൈറ്റ്. ഇരുമ്പിന്റെ പ്രധാന അയിരാണ് ഹേമറ്റൈറ്റ്. രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകം. രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകം ശ്വേതരക്താണുക്കളാണ്. ശ്വേതരക്താണുക്കൾ. മോൾ ദിനമായി ആചരിക്കുന്ന ദിവസം. മോൾ ദിനമായിട്ട് ആചരിക്കുന്നത് ഒക്ടോബർ 23 മോൾ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഒക്ടോബർ 23. 1ാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ചിരുന്ന കാൺപൂരിലെ നേതാവ്. കാൺപൂരില് 1ാം സ്വാതന്ത്ര്യ സമരത്തെ നയിച്ചിരുന്നത് ആരാണ്? നാനാ സാഹിബാണ്. ഓപ്ഷൻ ബി നാനാ സാഹിബ്. നവഭാരതത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? നവഭാരതത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. നവഭാരതത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗമാണ് പണിയർ. കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം പണിയർ. തിണസങ്കല്പം നിലനിന്നിരുന്ന കേരളത്തിൽ പർവ്വത പ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത്. തിണസങ്കല്പം നിലനിന്നിരുന്ന കേരളത്തിൽ പർവ്വത പ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത് കുറിഞ്ചി എന്നാണ്. കുറിഞ്ചി എന്നറിയപ്പെട്ടിരുന്നത് പർവ്വത പ്രദേശങ്ങൾ. NW1 ദേശീയ ജലപാത ഏത് നദിയിലൂടെയാണ്? NW1 ഗംഗാ നദിയിലൂടെയാണ്. ഗംഗ. വാസ്കോ ഡ ഗാമ 3ാം തവണ കേരളത്തിൽ വന്നത് ഏത് വർഷമാണ്? വാസ്കോ ഡ ഗാമ 3ാമത്തെ പ്രാവശ്യം കേരളത്തിൽ വന്ന വർഷം ഏതാണ്? 1524 1524 വാസ്കോ ഡ ഗാമ 3ാമത്തെ പ്രാവശ്യം കേരളത്തിൽ വന്നത്. ഞള്ളാനി ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഞള്ളാനി ഏത് വിളയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഏലമാണ്. ഏലം. ഞള്ളാണി ഏലം. ആരാണ് ഇന്ത്യയുടെ സമഗ്ര വികസനത്തിനായിട്ട് ജനകീയ പദ്ധതി തയ്യാറാക്കിയത്? ജനകീയ പദ്ധതി തയ്യാറാക്കിയത് ആരാണ്? MN റോയ് ആണ്. MN റോയ് ആണ് ജനകീയ പദ്ധതി തയ്യാറാക്കിയത്. MN റോയ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത്
മൗലിക അവകാശങ്ങളാണ്. മൗലിക അവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്ന് അറിയപ്പെടുന്നത്. ഭീമ ഏത് നദിയുടെ പോഷക നദിയാണ്? ഭീമ എന്നത് ഏത് നദിയുടെ പോഷക നദിയാണ്? കൃഷ്ണയാണ്. കൃഷ്ണ നദിയുടെ പോഷക നദിയാണ് ഭീമ. കൃഷ്ണ നദിയുടെ പോഷക നദിയാണ് ഭീമ. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപസമൂഹം ഏതാണ്? ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപസമൂഹം ആൻഡമാൻ നിക്കോബാർ ആണ്. ആൻഡമാൻ നിക്കോബാർ. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി മണിയാറാണ്. മണിയാർ. സ്റ്റീലിനേക്കാൾ ഏകദേശം 200 മടങ്ങ് ബലമുള്ള കാർബണിന്റെ അലോട്രോപ്പ്. സ്റ്റീലിനേക്കാൾ ഏകദേശം 200 മടങ്ങ് ബലമുള്ള കാർബണിന്റെ അലോട്രോപ്പാണ് ഗ്രാഫിൻ. ഗ്രാഫിൻ. കേരളത്തിൽ എവിടെയാണ് സർദാർ പട്ടേൽ പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിൽ എവിടെയാണ് സർദാർ പട്ടേൽ പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്? കൊല്ലമാണ്. കൊല്ലത്താണ് സർദാർ പട്ടേൽ പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. കൊല്ലം. 1982 നവംബർ 1 നിലവിൽ വന്ന കേരളത്തിലെ 13ാമത്തെ ജില്ല ഏത്? 1982 നവംബർ 1 നിലവിൽ വന്ന കേരളത്തിലെ 13ാമത്തെ ജില്ലയാണ് പത്തനംതിട്ട ജില്ല. പത്തനംതിട്ട ജില്ല. ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ആസ്ഥാനം എവിടെയാണ്? ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ആസ്ഥാനം ലണ്ടൻ ആണ്. ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ആസ്ഥാനം ലണ്ടൻ. കേരള ചരിത്രത്തിൽ ഷീമക്കാർ എന്ന് വിളിച്ചിരുന്നത് ആരെയാണ്? ഷീമക്കാർ എന്ന് വിളിച്ചിരുന്നത് ഇംഗ്ലീഷുകാരെയാണ്. കേരള ചരിത്രത്തിൽ ഷീമക്കാർ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? ഇംഗ്ലീഷുകാരാണ്. കേരളത്തിലെ ഏത് സാംസ്കാരിക സ്ഥാപനത്തിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് കേളി എന്നത്? കേളി എന്നത് കേരളത്തിലെ ഏത് സ്ഥാപനത്തിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ്? സംഗീത നാടക അക്കാദമിയാണ്. സംഗീത നാടക അക്കാദമിയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് കേളി. കേരള സ്റ്റേറ്റ് ബാംബു കോർപ്പറേഷന്റെ ആസ്ഥാനം അങ്കമാലിയാണ്. കേരള സ്റ്റേറ്റ് ബാംബു കോർപ്പറേഷന്റെ ആസ്ഥാനം അങ്കമാലി. വീട്ടുവളപ്പിൽ തന്നെ ചന്ദനം, ഈട്ടി, തേക്ക് എന്നീ മരങ്ങൾ നട്ടുപിടിപ്പിക്കാനുള്ള സർക്കാർ പദ്ധതി ഏത്? വീട്ടുവളപ്പിൽ തന്നെ ചന്ദനം, ഈട്ടി, തേക്ക് എന്നീ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനുള്ള സർക്കാർ പദ്ധതി ഏതാണ്? ഗോൾഡൻ ട്രിനിറ്റി ആണ്. ഗോൾഡൻ ട്രിനിറ്റി. വീട്ടുവളപ്പിൽ ഏതൊക്കെ മരങ്ങളാണ്? ചന്ദനം, ഈട്ടി, തേക്ക് എന്നീ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനുള്ള സർക്കാരിന്റെ പദ്ധതിയാണ് ഗോൾഡൻ ട്രിനിറ്റി. അടുത്ത ചോദ്യം. താഴെ പറയുന്ന നദികൾ, അവയുടെ അപരനാമങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കും. തന്നിരിക്കുന്നത് ബംഗാളിന്റെ ദുഃഖം, ബീഹാറിന്റെ ദുഃഖം, ഒഡീഷയുടെ ദുഃഖം, ആസാമിന്റെ ദുഃഖം. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. A1, B2, C3, D4. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ദാമോദർ നദിയാണ്. ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് കോസി നദിയാണ്. ഒഡീഷയുടെ ദുഃഖം മഹാനദി. ആസാമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ദാമോദർ നദി. ബീഹാറിന്റെ ദുഃഖം കോസി നദി. ഒഡീഷയുടെ ദുഃഖം മഹാനദി. ആസാമിന്റെ ദുഃഖം ബ്രഹ്മപുത്ര. ഈ ക്ലാസ്സിലെ 50ാമത്തെ ചോദ്യമാണ്, അവസാനത്തെ ചോദ്യം. കൊച്ചിൻ ചൈന താഴെ തന്നിരിക്കുന്ന ഏത് വിളയുടെ ഇനമാണ്? കൊച്ചിൻ ചൈന എന്നത് ഏത് വിളയുടെ ഇനമാണ്? തെങ്ങാണ്. തെങ്ങിന്റെ ഇനമാണ് കൊച്ചിൻ ചൈന എന്നത്. തെങ്ങ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.